ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചായിരുന്നു. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി വരെ നമ്മൾ നോക്കി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നേച്ചർ ഓഫ് റെക്ടിഫയർ ഔട്ട്പുട്ട്, ദെൻ ഫിൽട്ടർ സർക്യൂട്ട് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഔട്ട്പുട്ട് കണ്ടു. നമ്മളിവിടെ ഈ പിക്ചറിൽ നോക്കും, ഫിഗർ 6.37 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെയായിരുന്നു നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ full wave rectifier which is a pulsating DC output, ഇതിനെ പറയാം pulsating DC output എന്നാണ് പറയാം. Pulsating എന്ന് പറയാൻ കാരണം it consists of AC component, means the current is changing with the time, and the average current is not zero. പിന്നെ നമ്മൾ AC current എടുത്തു കഴിഞ്ഞാൽ average 0 കിട്ടും. നമുക്ക് ഇവിടെ average ഒരു constant value ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഔട്ട്പുട്ടിൽ നമുക്ക് DC component ഉണ്ട്, AC component ഉണ്ട്. നമ്മൾ pulsating DC എന്നാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ the rectifier output is a pulsating DC. That is, a pulsating output of rectifier contains a DC component and AC component. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത് പ്യുവർ ആയിട്ട് നമുക്ക് DC component കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് കിട്ടുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിൽ കിട്ടുന്നത് നമ്മൾ കണ്ടു, അത് പൾസേറ്റിംഗ് DC ആണ്. അപ്പോൾ നമുക്ക് ഇനി അതിലെന്ത് ചെയ്യണം, ആ AC componentനെ നമുക്ക് ഇതിന് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് നോക്കാം. റിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC component എന്നർത്ഥം, റിപ്പിൾസ്, വേവ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ AC component ഉണ്ട്. അപ്പോൾ എത്ര മാത്രം റിപ്പിൾസ് AC ഉണ്ട് എന്ന് അറിയുന്നതാണ്. The ratio of RMS value of AC component to the DC component in the rectifier output is known as ripple factor. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, AC component കൂടുതലാണ്. ഓക്കെ, റിപ്പിൾ കുറയാന്ന് പറയുമ്പോൾ DC component കൂടുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, റിപ്പിൾ ഫാക്ടർ കൂടാനാണോ നോക്കണ്ടേ, റിപ്പിൾ ഫാക്ടർ കുറക്കാനാണോ നോക്കണ്ടേ? നിങ്ങൾ പറ. ഓക്കെ, അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS value of AC component to the value of DC component, that is equal to IAC by IDC. റിപ്പിൾ ഫാക്ടർ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAC by IDC, റൈറ്റ്. നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. The output current of rectifier contains DC and AC, right? And we know that IRMS value is equal to square root of IDC square plus IAC square. നമുക്ക് IAC കാണാം, IAC നെ കാണാൻ ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് I സ്ക്വയർ RMS മൈനസ് IDC സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് IAC ബൈ IDC നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ ഇതിനെ മൊത്തത്തിൽ IDC കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ IAC ബൈ IDC ഈക്വൽ ടു 1 by IDC into square root of I square IRMS square minus IDC square എന്ന് എഴുതാൻ പറ്റും, റൈറ്റ്. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ IAC by IDC ആണ് എന്ത്, റിപ്പിൾ ഫാക്ടർ. അപ്പോൾ therefore we can write ripple factor is equal to 1 by DC into IRMS square minus IDC square എന്ന് എഴുതാം. നമ്മൾ IDC നെ നമ്മൾ if we take inside the square root, we can write square root of IRMS by IDC whole square minus 1 എഴുതാം. ഇതാണ് final equation. Okay. For half wave rectifier, IRMS is IM by 2, IDC is 1 IM by pi.
നമ്മൾ ഈ വാല്യൂസ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can find the ripple factor in a half wave rectifier is 1.21. For full wave rectifier, we know that IRMS is Im by root 2, IDC is 2 Im by pi. Okay, നമ്മൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can find that, we can see that ripple factor in a full wave rectifier is 0.48. ഏതിലാണ് റിപ്പിൾ ഫാക്ടർ കൂടുതൽ? ഹാഫ് വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൽ റിപ്പിൾ ഫാക്ടർ കുറവാണ്, അതായത് ഡി സി കോമ്പോണന്റ് കൂടുതലാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ. നമ്മളിനി ഇതിന്റെ കമ്പയർ ചെയ്ത് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൽ വി യൂസ് സിംഗിൾ ഡയോഡ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ വി ഹാവ് ടു യൂസ് 4 ഡയോഡ്സ്. ട്രാൻസ്ഫോമർ ഹാഫ് വേവ് റെക്ടിഫയറിൽ ആവശ്യമില്ല, ബ്രിഡ്ജ് റെക്ടിഫയറിൽ ആവശ്യമില്ല. മാക്സിമം എഫിഷ്യൻസി നമുക്ക് ഹാഫ് വേവിൽ 40.6% ആണ്, ബ്രിഡ്ജ് റെക്ടിഫയറിൽ 81.2% ആണ്. എഫിഷ്യൻസി കൂടുതലാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ, ഫുൾ വേവ് റെക്ടിഫയറിൽ. റിപ്പിൾ ഫാക്ടർ എടുക്കുമ്പോൾ റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 1.21, ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് 0.48. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻ ഹാഫ് വേവ് ഈസ് FIN, ബട്ട് അതിന് ഡബിൾ ആണ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ 2FIN കിട്ടും. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമുക്ക് രണ്ടിലും VM തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി പൾസേഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിന് പറയുന്ന പേരാണ് ഫിൽട്ടർ സർക്യൂട്ട്സ്. A filter circuit is a device which removes the AC component of rectifier output but allows the DC component to reach the load. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന രണ്ട് കമ്പോണൻസ് ആണ് ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഇൻഡക്ടേഴ്സ് എന്താണ്, AC-നെ കടത്തിവിടുമോ DC-നെ കടത്തിവിടുമോ? ഇൻഡക്ടേഴ്സ് DC-നെ ഒപ്പോസ് ചെയ്യും, AC-നെ ഒപ്പോസ് ചെയ്യും, DC-നെ കടത്തിവിടും. അതിന്റെ റിയാക്റ്റൻസ് ആണ്, because of the reactance of that component. കപ്പാസിറ്ററിന്റെ കേസിൽ that allows AC current and opposes the DC current. നമുക്കത് ഉപയോഗിച്ച് നമ്മൾ ഈ സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നമുക്ക് പൾസേറ്റിംഗ് DC ആണ് കിട്ടുന്നത്. AC കമ്പോണന്റ് ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ പ്യുവർ DC മാത്രമായിരിക്കും നമുക്ക് ലോഡിൽ കിട്ടുന്നത്. കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് നമ്മൾ കണ്ടു, 1/2πfc എന്ന് നമുക്ക് അറിയാം, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഫ്രീക്വൻസി AC കമ്പോണന്റ് കൂടുമ്പോൾ റിയാക്റ്റൻസ് ഉണ്ടാവും അല്ലേ? If it is 0 for DC, 1/0 it's infinity. Capacitive reactance infinity ആണ്. So that opposes the DC current. For inductor we know that inductive reactance XL equal to πfL. AC component എന്ത് സംഭവിക്കുന്നത്? ഒരു റിയാക്റ്റൻസ് ഉണ്ടാവും. Then for DC component F is 0, XL is 0. That means no reactance to, no resistance, no opposition to the DC component in the inductor circuit. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കപ്പാസിറ്ററും ഇൻഡക്ടറും ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഫിൽട്ടർ സർക്യൂട്ട്സ് നമുക്ക് ഉണ്ടാക്കാം. അതിലുള്ള ഒരു സർക്യൂട്ടാണ് കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് നമുക്ക് നോക്കാം, കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ടിലെ സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. കപ്പാസിറ്റർ
is connected parallel to the rectifier output, and a load is connected parallel to the capacitor. അപ്പോൾ നമ്മൾ ഇവിടെ റെക്ടിഫയറിന് കിട്ടുന്ന പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ട് നമ്മൾ ഈ ഫിൽറ്ററിംഗ് സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇൻപുട്ട് എന്ന് കരുതുക. ദിസ് ഈസ് ഫ്രം ദി ഔട്ട്പുട്ട് ഓഫ് ദി rectifier circuit. Okay, അപ്പോൾ this is the rectifier output and this is the filtered output, final output എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ കറണ്ട് അല്ലെങ്കിൽ വേരിയിങ് വോൾട്ടേജ് നമ്മൾ ഇതിന് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആസ് ഇൻക്രീസിങ് ദി കറണ്ട് വോൾട്ടേജ് എന്താ സംഭവിക്കും? ദ കപ്പാസിറ്റർ ആസ് ഇൻക്രീസിങ് ദ വോൾട്ടേജ് കപ്പാസിറ്റർ സ്റ്റാർട്സ് ടു ചാർജ്. നമുക്കിവിടെ കാണാം ഈ റെഡ് ലൈന്. ഓക്കെ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്ന ഇപ്പോൾ പീക്ക് വി എമ്മിൽ എത്തുമ്പോൾ മാക്സിമം ചാർജ് ചെയ്തു. വി എമ്മിൽ പിന്നെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ത്രൂ ദി ആർ എൽ, അതാണ് നമ്മളിവിടെ കാണുന്നത് എ ബി. ഇപ്പോൾ 0 to A എന്ന് പറയുന്നത് ചാർജിങ് ആണ്, എ ടു ബി ഡിസ്ചാർജിങ് ആണ്. വോൾട്ടേജ് ഇൻക്രീസ് ആവുന്ന വോൾട്ടേജ് ഡിക്രീസ് ആവുന്ന സമയത്ത് ദെൻ അടുത്ത സൈക്കിൾ വരുന്ന വോൾട്ടേജ് ഇൻക്രീസ് ആവുന്ന ചാർജിങ്, വോൾട്ടേജ് ഡിക്രീസ് ആവുന്ന ഡിസ്ചാർജ്. നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് സർക്യൂട്ട് കിട്ടും. നമ്മളിതിന് വേറൊരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ സർക്യൂട്ട് എ സിനെ കടത്തി വിടുന്ന ഡി സിനെ ഒപ്പോസ് ചെയ്യും. റൈറ്റ്, നമുക്കിവിടെ ഈ വരുന്ന ഇതില് എ സി കറണ്ട് ആണെന്ന് കരുതുക. എ സി മിക്സ്ഡ് പൾസേറ്റിംഗ് കറണ്ട് ആണ് നമുക്കിവിടെ വരുന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആർക്ക്? എ സി കറണ്ടിന്, എ സി കമ്പോണന്റ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അപ്പോൾ എ സി കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താവും? ആ എ സി ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഇതിലൂടെ ലീക്ക് ആവും. ഇതിലൂടെ എ സി പിന്നെ ഇതിലൂടെ പോവില്ല. ഇതിൽ ഡി സി കറണ്ട് ആണ് വരുന്നുണ്ടെങ്കിൽ ഡി സി എന്ത് ചെയ്യും? ഇതിലൂടെ നോക്കുമ്പോൾ ഇവിടെ ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ആണ് ഡി സി കറണ്ട്. അപ്പോൾ ഡി സി കറണ്ട് ഇതിലൂടെ ലീക്ക് ആവില്ല. ഡി സി കറണ്ടിന് ആകെ ഈ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഒപ്പോസിഷൻ കുറവ് ഇവിടെ ആകുമ്പോൾ ഡി സി കറണ്ട് ഇവിടെ ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ആണ് ഫോർ ഡി സി. ഇവിടെ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഒപ്പോസിഷൻ ഉണ്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇൻഫിനൈറ്റ് ആണ്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും ഡി സി പോകും. അപ്പോൾ the RL we will get only the DC component when we connect a capacitor parallel to the load resistance. But actually we are getting an output as like this. Even from this picture, from this plot, we can say that output is still a pulsating DC. That means output has some AC component. ഓക്കെ, ഇവിടെ വോൾട്ടേജ് കൂടുന്ന കുറയുന്ന, എന്നാലും വേവ് ഫോം എന്തായി? ഈ കർവിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വീണ്ടും ഫിൽറ്റർ ചെയ്യാം. കപ്പാസിറ്റർ കൂട്ടി കൊടുക്കാം. കൂട്ടി വേരി ചെയ്തിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി ഡി സി കറണ്ട് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതായത് കപ്പാസിറ്റർ കൂടുന്നതനുസരിച്ച് ഒപ്പോസിഷൻ ഡി സി ഒപ്പോസിഷൻ കൂടും, എ സി ഒപ്പോസിഷൻ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ഷോർട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഔട്ട്പുട്ടിൽ ഡി സി ഉണ്ടാവില്ല. ആ രീതിക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും, ഈ കപ്പാസിറ്റൻസ് വേരി ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്. ഇനി അടുത്തൊരു ഫിൽട്ടർ സർക്യൂട്ടാണ് ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ. അതായത് നമ്മൾ കണ്ടു ഇൻഡക്ടർ ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിൽട്ടർ സർക്യൂട്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ this is the output from the rectifier. This is a pulsating DC. Then choke input filter circuit നമുക്ക് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യും. A choke inductor is connected in series. അപ്പോൾ 1-2 ടെർമിനലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഔട്ട്പുട്ട് ഫ്രം ദി റെക്ടിഫയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്, പൾസേറ്റിംഗ് DC ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കും, ഇൻഡക്ടർ
എ സിനെ കടത്തി വിടുവോ ഡി സിനെ കടത്തി വിടുവോ? എ സിനെ അത് ഒപ്പോസ് ചെയ്യും. എഡ്ഡി കറണ്ട് അത് പഠിച്ചിട്ടില്ല നിങ്ങൾ? അങ്ങനെ ഇതിനെ ഒപ്പോസ് ചെയ്യും. എ സി ഫ്ലോ കുറക്കും. അപ്പോൾ ഡി സി ഫ്രീ ആയിട്ട് ഇതിലൂടെ മൂവ് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഔട്ട്പുട്ടിൽ എ സി കമ്പോണന്റ് ഇനി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ എ സി കമ്പോണന്റ് കപ്പാസിറ്ററിലൂടെ ഫിൽട്ടർ ചെയ്യും. നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഡി സി കമ്പോണന്റ് ഡി സി കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ ഓർ പൈപ്പ് ഫിൽട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കപ്പാസിറ്റീവ് ഫിൽട്ടറും ചോക്ക് ഇൻപുട്ട് ഫിൽട്ടറും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ് പൈപ്പ് ഫിൽട്ടർ. അതായത് പൈ പോലെ നമുക്ക് ഒരു ഫിൽട്ടർ രൂപീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സി it is capacitor gives negligible resistance to the AC component. So AC component is filtered through the C1. Then the remaining output may contains the AC or DC, AC and DC component. That AC DC pulsating, remaining pulsating DC flows through this inductor. Then the remaining AC is blocked by the inductor and DC current flows through the circuit. ഇവിടെ വീണ്ടും എ സി റിപ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും C2 നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ട പോലെ നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ C1 ചാർജ് ചെയ്യുന്ന, വോൾട്ടേജ് ഡിക്രീസ് ആകുമ്പോൾ C1 ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ആ ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിൽ എ സി പൾസേറ്റിംഗ് ആണ്, ഡി സി ആണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും അത് എന്ത് ചെയ്യും? ഈ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ആ എ സിനെ അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിൽ വീണ്ടും വരുന്ന എ സിനെ നമുക്ക് വീണ്ടും C2 ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ അപ്രോക്സിമേറ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ ഡി സി കറണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആണ് പൈപ്പ് ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിൽറ്റർ സർക്യൂട്ട് നമ്മൾ കഴിഞ്ഞു. നമുക്കതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം, പിന്നീട് നോക്കാം. ഇനി വോൾട്ടേജ് മൾട്ടിപ്ലൈസ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വോൾട്ടേജ് മൾട്ടിപ്ലൈസ് ഡിസ്കസ് ചെയ്യാം.